ഗുരുവായൂർ ക്ഷേത്രം. കോകസന്ദേശ കാവ്യത്തിൽ 34 മുതൽ 37 കൂടിയ ശ്ലോകങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നത്. അന്നതിന് ഗുരുവായൂരെന്ന പേരില്ല, പവനപുരവുമല്ല, പിന്നെയോ വെറും ഗുരുവായൂര് മാത്രമാണ്. വിഗ്രഹം വിഷ്ണുവിൻ്റെതാണ്. എന്നാൽ ഇന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് പ്രസിദ്ധി. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ. ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളായ വാസുദേവനും ദേവകിയും പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് പൂജിച്ചു. കാരണം മുൻഗാമികൾ പൂജിച്ച് തന്റെ കുലത്തിന് സർവ്വവിധ ഐശ്വര്യവും നൽകിയ മംഗള വിഗ്രഹമാണ് അത് എന്ന് തന്നെ. യദുവംശം നാശത്തിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണത്തിന് തയ്യാറെടുത്തു. ഇനി കരികാലമല്ലേ. ഭഗവാൻ തന്റെ സാന്നിധ്യം ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചു. വിഷ്ണു വിഗ്രഹവും ശ്രീകൃഷ്ണ വിഗ്രഹമായി അറിയപ്പെട്ടു. ഭക്തനായ ഉദ്ധവരെ വരുത്തി വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ഏർപ്പാട് ചെയ്തു. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു ദ്വാരകാ സമുദ്രത്തിൽ മുങ്ങിപ്പോയി. പിന്നീട് ആ വിഗ്രഹം കണ്ടെടുത്ത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുവും ചേർന്ന് ഇന്നത്തെ ഗുരുവായൂരപ്പൻ സാന്നിധ്യമുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അത്രേ. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ഗുരുവായൂർ എന്ന സ്ഥലത്തിന് ഗുരുവായൂരപ്പൻ എന്നും ഭഗവാനെന്നും പേരുമുണ്ടായി. കലികാലത്തെ ജനങ്ങൾക്ക് ഏക ആശ്രയ സ്രോതസ്സായി ഭഗവാൻ ശ്രീകൃഷ്ണൻ വിരാജിച്ചു. ഒരിക്കൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരുവായൂരെത്തി. പക്ഷേ ഗുരുവായൂരപ്പനെ കണ്ടു വണങ്ങാൻ സ്വാമികൾ മടി കാണിച്ചു. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ജ്ഞാനിയായ ആചാര്യ സ്വാമികൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? സ്വാമികളെ ശുദ്ധ മനസ്സിന്റെ ഉടമയാക്കണമെന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു. പെട്ടെന്ന് സ്വാമികളുടെ സഞ്ചരിക്കാനുള്ള ശക്തി നിലച്ചു. സ്വാമികൾ ആകാശത്ത് നിന്ന് ക്ഷേത്ര സങ്കേതത്തിൽ നിലം പതിച്ചു. വടക്കേ നടപ്പുരയുടെ പടിഞ്ഞാറേ മൂലയിൽ കാണുന്ന ആ വിടവ് ആ പതനത്തിന്റെ ഓർമ്മയ്ക്ക് നിലനിർത്തിയിട്ടുള്ളതാണ്. ഇന്ന് അതുവഴി എഴുന്നള്ളിപ്പ് കടന്നു പോകുമ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ സ്വാമികളെ ഓർക്കുമത്രേ. വാദ്യോഘോഷങ്ങൾ നിർത്തി എഴുന്നള്ളിപ്പ് കടന്നു പോകുന്ന ചടങ്ങ് ഇന്നും ആ സ്മരണ നിലനിർത്തുന്നതാണ്. സ്വാമികൾക്ക് തന്റെ തെറ്റുകൾ മനസ്സിലായി. ഭഗവാന്റെ മുമ്പിൽ ചെന്ന് സമസ്ത അപരാധങ്ങളും ക്ഷമിക്കുവാൻ സ്വാമികൾ അപേക്ഷിച്ചു. ഭഗവാനെ ദർശനം ചെയ്തുകൊണ്ട് ധാരാളം വിഷ്ണു സ്തോത്രങ്ങൾ രചിച്ചു, സ്തുതിച്ചു, ഭജനയും ഇരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സംപ്രീതനായി സ്വാമികളെ കുറെ കാലം തന്റെ കൂടെ താമസിപ്പിച്ചു. എന്തിനെന്നോ? പൂജാക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ചിട്ടപ്പെടുത്തുവാൻ. ശങ്കരാചാര്യ സ്വാമികളാണ് അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും പൂജാകർമ്മങ്ങളെയും ബ്രഹ്മണീകരിച്ച് ചിട്ടപ്പെടുത്തി ഇന്നത്തെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അടിത്തറ പാകിയത് എന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഉത്സവം കൊടികയറുന്നത്. 10 ദിവസത്തെ ഉത്സവം ആന എഴുന്നള്ളിപ്പും വാദ്യാഘോഷങ്ങളും കലാപരിപാടികളും അലങ്കാരങ്ങളും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ആനയോട്ട മത്സരം പ്രസിദ്ധമാണ്. ഓട്ടത്തിൽ ജയിച്ച ആനയ്ക്കാണ് ഉത്സവത്തിൽ ഭഗവാന്റെ തിടമ്പേറ്റുവാൻ അവസരം ലഭിക്കുന്നത്. ആനയോട്ട ചടങ്ങിന്റെ പിന്നിലും ഐതിഹ്യത്തിന്റെ ഒരു കൊച്ചു പീലിച്ചാർത്തുണ്ട്. സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ വൈരം മൂത്ത് തൃക്കണാമതിലകത്തൊന്നും അക്കൊല്ലം ഉത്സവത്തിന് ആനകൾ എത്തിയില്ല. എന്നാൽ ഗുരുവായൂരപ്പന്റെ പ്രേരണ കൊണ്ട് ആനകൾ അവിടെ നിന്ന് ഓടി ഗുരുവായൂരെത്തി ഉത്സവം പങ്കെടുത്തു അത്രേ. ഈ ഐതിഹ്യ കഥയുടെ ഓർമ്മ നിലനിർത്തുകയാണ് ആനയോട്ട മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂർ ഏകാദശിയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു ഉത്സവം. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി, അതിനെ ശ്രീകൃഷ്ണ ഏകാദശി എന്ന് പറയും. ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത് ആ പുണ്യ ദിവസമാണെന്ന് പറയപ്പെടുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സ്വർഗവിധ ഐശ്വര്യങ്ങളും ഭഗവത്പ്രീതിയും നേടാൻ കഴിയുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഏകാദശി മഹാത്മ്യം പ്രകീർത്തിക്കുന്ന പല പുരാണ കഥകളുമുണ്ട്. കൃഷ്ണനാട്ടമാണ് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം. അതിന്റെ അത്ഭുത ഫലസിദ്ധി ഭക്തിജനങ്ങളെ ആ വഴിപാട് നടത്തുവാൻ കൂടുതൽ ആകർഷിക്കുന്നു. കോഴിക്കോട് മാനവേദൻ സാമൂതിരിയാണ് ഈ കലാരൂപത്തിന്റെ സൃഷ്ടികർത്താവ്. കൃഷ്ണനാട്ട രചനയ്ക്ക് തമ്പുരാനെ പ്രേരിപ്പിച്ച മയിൽപ്പീലി കഥ പ്രസിദ്ധമാണ്. ഭഗവാനെ വില്ലമംഗലം സ്വാമിയാരുടെ സഹായത്താൽ തമ്പുരാൻ നേരിട്ട് ദർശിച്ചുവെന്നാണ് ഐതിഹ്യം. ഭഗവാനെ പുണരുവാൻ കൊതിച്ച് തമ്പുരാൻ അടുത്തപ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടി മറിഞ്ഞുവത്രേ. അപ്പോൾ വീണുകിട്ടിയ മയിൽപീലിയാണ് കൃഷ്ണനാട്ടത്തിലെ ശ്രീകൃഷ്ണന്റെ പീലി കിരീടത്തിന് രൂപകൽപ്പന നൽകിയത്. ശ്രീമദ് നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടത്തിരി, ജ്ഞാനപ്പാന രചിച്ച പൂന്താനം, ഉണ്ണിക്കണ്ണനെ ലാളിക്കാൻ ഭാഗ്യസിദ്ധിച്ച കുറൂരമ്മ, കൃഷ്ണഭക്തനായ വിലമംഗലം സ്വാമിയാർ എന്നീ മഹത് വ്യക്തികൾക്ക് ദർശനം നൽകിയ ഭഗവാൻ എല്ലാവരിലും കരുണാവർഷം ചെയ്യുവാൻ മടിക്കില്ലെന്ന് അനുഭവ കഥകൾ പഠിപ്പിക്കുന്നു. കൂടാതെ മറ്റനേകം സുഹൃതികളെ ഭഗവാൻ അനുഗ്രഹിച്ച കഥകളും ധാരാളമുണ്ട്. നെന്മേനി ഉണ്ണിയുടെ കയ്യിൽ നിന്നും ഉപ്പുമാങ്ങയും സംഭാരവും വാങ്ങി നിവേദിച്ചോറുണ്ട കഥയും, മഞ്ജുള എന്ന വാരസ്യക്കുട്ടിക്ക് മഞ്ജുലാലിന്റെ ചുവട്ടിൽ മാല ചാർത്തി അനുഗ്രഹം നൽകിയ കഥയും,
ഭക്തജനങ്ങളെ കോരിത്തരിപ്പിക്കുന്നവയല്ലേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഉദ്ദേശം 3 കിലോമീറ്റർ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആനത്താവളമാണ് പുന്നത്തൂർ കോട്ട. ഭഗവാന് ആനകളെ വലിയ ഇഷ്ടമാണത്രേ. നടയിരുത്തിയിട്ടുള്ള 50-ലേറെ ആനകളെ ഈ ആനത്താവളത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. ഇത്രയേറെ ആനകളെ സംരക്ഷിക്കുന്ന ഒരു ആനത്താവളം മറ്റൊരിടത്തുമില്ല. ഗുരുവായൂർ ദേവസ്വം വക മറ്റ് ക്ഷേത്രങ്ങൾ ഇവയാണ്: ശ്രീനാരായണകുളങ്ങര ഭഗവതി ക്ഷേത്രം, താമരയൂർ ശ്രീകണ്ഠപുര ക്ഷേത്രം, ആഞ്ഞൂർ അയ്യപ്പ ക്ഷേത്രം, പെരുമാനൂർ ശിവക്ഷേത്രം, മാങ്ങാഞ്ചിറ വിഷ്ണു ക്ഷേത്രം, തലക്കോട്ടുകര ശിവക്ഷേത്രം, പുന്നത്തൂർ ക്ഷേത്രം, നെന്മിനി ബാലരാമക്ഷേത്രം, നെന്മിനി അയ്യപ്പ ക്ഷേത്രം, കാവീട് കാർത്യായനി ക്ഷേത്രം, പൂന്താന ക്ഷേത്രം. ഒരു ദേവസമൂഹം തന്നെ ഭഗവാനോടൊപ്പമുണ്ട്.